പാതി വഴിക്ക് പണി ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങിയിട്ട് വർഷങ്ങളായി. കുളമായ റോഡിലൂടെ സഞ്ചരിച്ച് വശം കെട്ട നാട്ടുകാർ ഒടുവിൽ MLA വഴിയിൽ കണ്ടപ്പോൾ പരാതി പറഞ്ഞു. ഇളമണ്ണൂർ കലഞ്ഞൂർ പാടം റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നവരാരും നെഞ്ചിൽ കൈവച്ചു പോകുമെന്ന് തീർച്ച. കുഴി എണ്ണിയാൽ തീരില്ല. മഴ പെയ്തു തുടങ്ങുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലാണ്. ഇളമണ്ണൂർ കലഞ്ഞൂർ പാടം റോഡ് പാത നവീകരണത്തിന് സർക്കാർ അനുവദിച്ചത് 22 കോടി. പത്തനംതിട്ട കുമ്പനാട് സ്വദേശിയായിരുന്നു കരാറുകാരൻ. ആകെ 12 കിലോമീറ്റർ ദൂരം. 2018 ഒക്ടോബറിലാണ് പണി തുടങ്ങിയത്. 7 കിലോമീറ്റർ പിന്നിട്ടതും പണി ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങി. പണി കളഞ്ഞിട്ട് പോയ കരാറുകാരനെ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ടെത്തി റോഡ് നോക്കി. വീണ്ടും കരാർ 5 തവണ കൂടി വിളിച്ചു. പണിക്ക് ആളെ കിട്ടിയില്ല. എന്തു വന്നാലും പണി കിട്ടുന്നത് നാട്ടുകാർക്കാണല്ലോ. അങ്ങനെയാണ് അവർ കോന്നി MLAക്ക് മുന്നിൽ പരാതി നിരത്തിയത്. ഇതിനിടെ നാട്ടുകാരെ ചിലർ തമ്മിൽ കോർക്കുകയും ചെയ്തു. കലഞ്ഞൂർ പാടത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഒരാളുടെ ബ്ലഡ് പൊടിഞ്ഞിട്ടാണോ ഈ റോഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ല ആരെങ്കിലും ഈ റോഡിൽ മരിക്കണോ? ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. MLA ഇതിന് ആൾക്ക് ഒരു നല്ല വാക്ക് പറയാവോ? ഞങ്ങൾ അത്രേ ചോദിക്കത്തുള്ളൂ. ആളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ വേണ്ട, ശരി, ഓക്കെ, ഒരു നല്ല വാക്ക് പറയാം, ഞാൻ അന്വേഷിക്കാം, അല്ലെ എനിക്ക് കുറച്ച് സാവകാശം എന്താ എന്ന മാന്യമായ രീതിയിൽ ജനങ്ങളോട് മറുപടി പറയാം. പണി തീരാനുള്ളതിൽ അധിക ഭാഗവും കൊല്ലം ജില്ലയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. ഈ അതിർത്തി ആയതുകൊണ്ടാണോ ഈ അവഗണന എന്ന് നമുക്കറിയത്തില്ല. കാരണം ജനങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടിൻ്റെ അങ്ങേ അറ്റം ക്ഷമയുടെയൊക്കെ നെല്ലിപ്പല കണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ജനം. ഇനി ജനം എങ്ങനെ പ്രതികരിക്കും എന്നറിയത്തില്ല. കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. ആർക്കും ഈ റോഡ് വേണ്ട. എന്താണെന്ന് അറിയില്ല, പാടത്തിന് ശാപമായിരിക്കാം ഈ റോഡിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ കാരണം. ഡെയിലി അപകടങ്ങൾ. അതേസമയം വിഷയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ റീടെൻഡർ ചെയ്ത് പണി തുടങ്ങുമെന്നും KU ജനീഷ് കുമാർ MLA പ്രതികരിച്ചു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.